ലേറ്റ് ആയോടി. ഇല്ല. ആ ഇറങ്ങിക്കോ. ബാഗ് എടുത്തോ. ഒരു മിനിറ്റ്. എടിയാ മുടി ഇത്തിരി ഇങ്ങോട്ട് ശരിയായിക്കോട്ടെ. ബാഗ് നേരെ ഇട്. ഒരു മിനിറ്റ്. ശ്രീകുമാറിന്റെ അടുക്കള പണിയൊക്കെ ഒതുങ്ങി കാണുമല്ലേ? എവിടെ എന്റെ ട്രീസേ, ഇനി കിടക്കല്ലേ പണി. അരി ഉഴുന്നും വെള്ളത്തിലിട്ടേച്ച് അങ്ങോട്ട് പോകുന്നത്. ചെന്നിട്ട് വേണം നീ അത് ആട്ടാൻ. 2 ദിവസം തുണി അലക്കാനുള്ളത് വേറെ കിടക്കണു. ഇതൊക്കെ കഴിഞ്ഞിട്ട് 12:30 ആകുമ്പോഴത്തേക്കും സുജയ്ക്ക് ചോറുമായിട്ട് ബാങ്കിലെത്തണ്ടേ? അല്ല, സുജയ്ക്ക് ചോറും കൊണ്ടുപോയാലെന്താ? നല്ല കഥയായി. ഇത് തന്നെ വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റിട്ടാ ഞാൻ ഇത്രയെങ്കിലും ഒപ്പിക്കണത്. കാലാവണ്ടേ പ്രിയേ. ആ ജീപ്പ് വന്നു, വാ. പിടിച്ചിരുന്നോളേ. നേരം പോയി, പോട്ടെ. ശ്രീകുമാറിന്റെ ഒരു കാര്യം. എന്താ ശ്രീകുമാർ ഇത്ര ധൃതി? ഏയ്, ആ മീൻകാരൻ വരാറായേ. മണക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ സുജയ്ക്ക് പറ്റിറങ്ങില്ല. ശ്രീകുമാറിനെ സമ്മതിക്കണം. നിങ്ങളും ഈ പണിയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അതിന് ഞങ്ങള് വീട്ടമ്മമാരായി പോയില്ലേ? അതിന് ഞാനൊരു വീട്ടച്ഛനായി പോയില്ലേ? അയ്യേ, ഇത് മൊത്തം ചീഞ്ഞ മീനാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയെടുക്ക എന്റെ മനുഷ്യ. ഇത് കൊള്ളാം, കാണാൻ കൊള്ളാം. എന്റെ കുറുപ്പേട്ട മീൻ നോക്കി മേടിക്കാൻ പോലും അറിയില്ല. ചേച്ചി പിടിച്ചേ. ഇങ്ങോട്ടാണ്. ആദ്യം എന്താ ചെകിള പൊളിച്ചിങ്ങനെ നോക്കണം. എന്നെയല്ല ഇങ്ങോട്ട് നോക്ക്. അതൊക്കെ നോക്കി പഠിക്കന്റെ മനുഷ്യ. നോക്കി എന്നിട്ടെന്താ മീൻകാരനോട് ചോദിക്കണം, ചേട്ടാ ഈ മീൻ നല്ലതാണോ എന്ന് ചോദിക്കണം. അപ്പൊ പുള്ളി പറയും നല്ലതാണെന്ന് പറയും. അപ്പൊ പിന്നെ കണ്ണും പൂട്ടി സാധനം മേടിച്ചോണ്ട് വീട്ടിലേക്ക് പോകണം. എന്നാ പിന്നെ ആദ്യം അയാളോട് ചോദിച്ചാ പോലെ. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല കുറുപ്പേട്ടന്. ചേച്ചി നമ്മൾ ഈ ചെകിളയൊക്കെ പൊളിച്ച് മീൻകാരനോട് ചോദിക്കുമ്പോ അയാൾ വിചാരിക്കും നമുക്കെന്തോ വലിയ തേങ്ങ അറിയാന്ന്. അപ്പൊ അയാള് സത്യവും പറയും, നല്ല മീനും കിട്ടും. അത് ശരിയാ. പക്ഷെ എന്റെ നായർക്ക് തീരെ ബുദ്ധി കുറവാ ശ്രീകുമാറെ. നിന്റെ അമ്മയുടെ നായർക്കാ ബുദ്ധി കുറവ്. ആ ചേച്ചി, ഇതാ ഇതിന്ന് ഒരു 2 എണ്ണ എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു 3-4 മാങ്ങാത്തോളും കൂടി ഇട്ട് അരച്ചൊരു വെപ്പ് വെച്ചാണ്ടല്ലോ. ദേ കുറുപ്പേട്ട നിലത്ത് നിൽക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ മനുഷ്യൻ നിലത്തല്ല നിൽക്കുന്നത്. അത് സാധനം അടിച്ചിട്ടല്ലേ. അപ്പൊ മൊയ്തീനെ അയില 4 സ്ഥിരം പറ്റ്. ആയിക്കോട്ടെ. പോട്ടെ കുറുപ്പേട്ട. പറയുന്ന കേട്ടിട്ട് കൊത്തിയായിട്ട് വയ്യ. എന്ത് ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. പെണ്ണുങ്ങള് ചെയ്യേണ്ട വീട്ടു ജോലിയൊക്കെ ചെയ്ത് അവരുടെ നടത്ത പോലും പെണ്ണുങ്ങളെ പോലെ ആയിപ്പോയി. നോക്കണേ, നോക്ക്, പെണ്ണുങ്ങളെ പോലെ അല്ലേ? അസൂയ, മൂത്ത അസൂയ. ആ വിരിഞ്ഞുള്ള നടപ്പൊന്ന് നോക്കി. ആരും ഒന്ന് നോക്കി പോവും. വീട്ടിൽ പോടി, ഞാൻ മീൻ മാറ്റോണ്ട് വന്നോളാം. അയ്യോ പണ്ടാറടങ്ങാൻ, ഇത് ചീഞ്ഞതാന്ന് തോന്നുന്നു. ഈ മീൻ മേടിക്കുമ്പോ നല്ലതാണോ ചീഞ്ഞതാണോ എന്നറിയാൻ എന്താ ഒരു മാർഗം? അയ്യോ, ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ മുമ്പിൽ കിടന്ന് വിളിക്കായിരുന്നു, ആര് കേൾക്കാൻ. അതെ, സുജയില്ലാത്തപ്പോ നിന്റെ ഇങ്ങോട്ടുള്ള വരവ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. സുജ ഉള്ളപ്പോ വരുന്നതേ എനിക്കും ഇഷ്ടല്ല. ശരി, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത് പറയട്ടെ. കൊഞ്ചിയാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയടി. അതെ, ഈ ബ്ലൗസിന്റെ കക്ഷ ഒന്ന് അടിച്ചു തരാമോ? ഒന്ന് തയ്ച്ചു ചേട്ടാ. അതെ, ഞാൻ ഈ ഓസിനുള്ള തുന്നൽ പണി നിർത്തി. അല്ലാതെ തന്നെ ഇവിടെ പിടിപ്പത് പണിയാ. നീ കക്ഷം തയ്ക്കാൻ വേറെ ആളെ നോക്ക്. ചേട്ടാ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടി. ശരി, കൊണ്ടുവാ. ആ ഇതിലല്ല, അപ്പുറത്തെ കൂടെ വാ. പോ. ഇവളെന്റെ കുളി തെറ്റിക്കും. പൊന്നോ, ഇതിലും ഭേദാ മീനായിരുന്നു. നിനക്ക് വല്ലപ്പോഴും അലക്കി കൂട്ടിയത്. ഓ പിന്നെ അലക്കാനിട്ട് ഇങ്ങനെ. അപ്പൊ അലക്കിയിരുന്നെങ്കിലോ? ഇപ്പോഴത്തെ തുണിക്കൊന്നും അലയിൽ ഒരു ഈടും ഇല്ല ഏട്ടാ. ഒന്ന് വെയിലത്തിട്ടാ മതി. നിന്റെ കെട്ടിയോൻ ചന്ദ്രൻ വിളിക്കാറില്ലേ ദുബായിന്ന്? ഓ ഉവ്വ്. അത് പറയുമ്പോ നിനക്ക് എന്താടി ഒരു ഉത്സാഹക്കുറവ്? അതെ, ഔട്ട് ഗോയിങ് മാത്രമേ ഉള്ളൂ ചേട്ടാ, ഫോണിലൂടെ. ഓ ഓക്കെ, ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, പോ. അതെ, എന്റെ ഒരു സാരിയുടെ മാച്ചിങ് ബ്ലൗസിന്റെ തുന്നൽ വിട്ടുപോയി. ദേ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവരട്ടെ. മുറിച്ച് കാട്ടിക്കളയും ഞാൻ. കൊണ്ടുപോടി വിടുന്നു.
ആ അമ്മ പറഞ്ഞു. നിന്റെ അമ്മയുടെ നായര് പൊടി വിടുന്നു. അയ്യോ അതല്ല, പിന്നെന്താ? ഇത്തവണത്തെ കുറി അമ്മ വിളിക്കൂന്ന് പറഞ്ഞു. ഓ, കുടുംബശ്രീയുടെ കുറിയല്ലേ. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഞാനില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ ശാരദയിടത്തോട് അത് എടുത്തോളാം പറ. ഉം. സമയത്രടാ? സമയം എന്തിനാടാ സമയം നോക്കണേ? ദേണ്ട 12:30 വണ്ടി വരെയല്ലേ? എന്ത്? നീ ഇങ്ങോട്ട് വാ. നമുക്കേ ആ ശ്രീകുമാരനെ ഒന്ന് ആക്കി വിട്ടാല. അയ്യോ പാവം, വിട്ടുകളടാ. നീ ഉമ്മാരിയടാ. ഡേയ് ശ്രീകുമാരിയേ, ഒന്ന് നിന്നേ. ഒന്ന് നിക്ക് ശ്രീകുമാരി. എന്താ? അതേ, ആ. ഇത്തവണ വായനശാലയുടെ വാർഷികത്തിനേ വീട്ടമ്മമാരുടെ കൂട്ടയോട്ട മത്സരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പേര് കൊടുക്കട്ടെ? പിന്നെന്താ, നല്ല കാര്യല്ലേ. ഇവനൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കുന്നത്? നോക്കണം. അല്ല രമേശ, ഒരു സംശയം. എന്നെ ഉൾപ്പെടുത്താൻ ഇവിടുത്തെ വീട്ടമ്മമാരെ സമ്മതിക്കോ? സമ്മതിക്കോന്നാ? അല്ലെങ്കിൽ തന്നെ കുടുംബശ്രീ നടത്തുന്ന എല്ലാ മത്സരങ്ങൾക്കും ശ്രീകുമാരിക്ക് തന്നെയല്ലേ ഫസ്റ്റ് പ്രൈസ്? എങ്കിൽ പിന്നെ ഉഷാറാവും. ഉമ്മോനെ റൗക്കിടം കൊടുപ്പിക്കുന്നതാ. ഇത്ര ഉഷാറാവും ഞാൻ വിചാരിച്ചില്ല. വാർഷികം നമുക്ക് കലക്കണ്ടേ? കലക്കണം. ആ വേദനിച്ചാടെ. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടേ ആ കൗണ്ടറിൽ പേ ചെയ്താൽ മതി. ഓ ശരി. എന്താ സുജയ്, ശ്രീകുമാർ എത്തിയില്ലേ? നിങ്ങൾ കഴിച്ചോ? ശ്രീയേട്ടൻ വന്നോളൂ. ശ്രീകുമാറിന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മതിയില്ലാതെ എന്തൂണ് വരുമെന്നുറപ്പുണ്ട. ഞാൻ വെയിറ്റ് ചെയ്യും. സുജയ്, ശ്രീകുമാറിനെ കാണുന്നില്ലല്ലോ. നിങ്ങൾ കഴിച്ചോ? എന്തായാലും സുജ ഭാഗ്യവതിയാ. ശ്രീകുമാർ എന്ത് വെച്ചാലും നല്ല രുചിയല്ലേ. വീട്ടുജോലി എടുക്കുന്ന ഭർത്താവിനെ കിട്ടാനും യോഗം ചെയ്യണം. എന്റെ വീട്ടിലും ഉണ്ടൊരുത്തി. ഒരു നുള്ള പഞ്ചാര ഇട്ട് തന്നാൽ തന്നെ ചവർപ്പ് കാരണം വായി വെക്കാൻ പറ്റിയല്ല. ഞാൻ ശ്രീയേട്ടനെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. അതെ, ഈ അടുക്കളപ്പണിക്ക് ആളെ വെക്കുമ്പോൾ നോക്കിയും കണ്ടും വെച്ചില്ലെങ്കിൽ ശ്രീകുമാർ സുജയെ അടിച്ചോണ്ട് പോയ പോലെ വീട്ടിലെ പെമ്പിള്ളേരെ അടിച്ചോണ്ട് പാചകക്കാരങ്ങ് പോകും. വെറുതെ അറിയാത്ത കാര്യം പറയല്ലേ മാധവ. സത്യം നീ പച്ച സത്യം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്യാം. ഒരു സാലഡ്. ഞാനൊന്ന് അടുക്കളയിലേക്ക് കേട്ടെ. നിനക്കതാ നല്ലത്, അല്ലാതെ കവിത ചൊല്ലലല്ല. ലക്ഷ്മി എടുത്ത് ഇങ്ങോട്ട് വന്നേ. ഇന്ന് ലക്ഷ്മി എടുത്തേക്ക് ഞാൻ ചിലത് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഇവൻ മനുഷ്യന്റെ മനസ്സമാനം കളയുമല്ലോ. അതെന്നെ കുറിപ്പിയട്ടെ. അതോ, ഇവൻ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന അടുക്കള ജോലിയൊക്കെ ചെയ്ത് വെറുതെ ആളാവുകയല്ലേ? 24 മണിക്കൂറും അവന്റെ കാര്യം പറയാനേ ലക്ഷ്മിക്ക് നേരമുള്ളൂ. അതൊക്കെ കളയന്റെ കുറിപ്പിയട്ടെ. നമുക്ക് പോയി 2 എണ്ണം പിടിപ്പിക്കാം. വേഗം ഒഴിക്കുമോനെ. താങ്ക് യു കുറിപ്പിയട്ടെ. ഈ ശ്രീകുമാറിനോട് എനിക്കൊരല്പ അസൂയ തോന്നാറുണ്ട്. 4-5 വർഷമായുള്ള അവൻ ഈ നാട്ടിൽ വന്നിട്ട്. പക്ഷേ അവനെ ഒരു വരുത്തനായിട്ട് കാണാൻ പറ്റുമോ? എല്ലാത്തിനും ഉണ്ടാവും അവൻ മുൻപന്തിയിൽ. വീട്ടുവേല മാത്രമേ ചെയ്യുന്നുള്ളെങ്കിലും എത്ര സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നത്. മനപ്പൊരുത്തമാണ് എല്ലാത്തിലും വലുത്. അവൻ വലിയവനാ. 2 എണ്ണം അടിച്ചിട്ടേ അവനെ 4 കുറ്റം പറയാന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. അപ്പൊ താനും അവന്റെ സൈഡാ. അനുഭവിക്കോടോ, അനുഭവിക്കും. നിക്കടോ. പാഴായി പോകുന്നു ഈ ജീവിതം, പലകുറി അരിഞ്ഞരിഞ്ഞെന്നെ തള്ളുന്നു. പണത്തോളം കണ്ണിച്ചോരയില്ലാത്തവർ ഈ പാചകക്കാർ. എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? എന്റെ ഉള്ളിയുടെ ദുഃഖെന്നുള്ള കവിത കേട്ടിട്ടാ? ഓ, ഈ സവാള എറിയുമ്പോഴേ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ പിന്നെ കണ്ണിന് വെള്ളം വരില്ല. അതെയോ? ആ, എന്നാലും എന്റെ സുജയ്, ഈ ശ്രീകുമാർ ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തും പഠിച്ചു പോവില്ലേ? എന്നെയും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ? ശാരദയെടുത്തിയേ, ആ ചന്ദ്രനോട് ദുബായിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ. എടാ ശ്രീകുമാറേ, ഏ? ആ കുറിപ്പേട്ടിന് അടിച്ചടിച്ച് ഓഫായടാ. അതെയാ ചേച്ചി, കുറുപ്പേട്ടന ഔട്ടായിന്ന്. ആ, അല്ലെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്നും ഇന്റർവെല്ല. ഒന്നും പറയണ്ട. നീ ഒന്നിങ്ങി വന്ന
ലക്ഷ്മി എടുത്തി ഇതൊക്കെ ഒന്ന് നോയിക്കൊള്ളേ. നല്ല ചൂടൊന്ന് വീശി. ഒന്നും അതെ ഏ? വീശണതൊക്കെ കൊള്ളാം. അവസാനം കുറുപ്പേട്ടനെ പോലെ ചീരവാടിയതുപോലെ ആവരുത്. തീയില് കുരുത്തത് ഒരു സ്മോളിലൊന്നും വാടില്ല മോളെ. എന്റെ കപ്പാസിറ്റി നിനക്ക് അറിഞ്ഞൂടാ. അയ്യോ മഴ മഴ മഴ. നീയായിരുന്നു. നിനക്ക് പോവാറായോ? അയ്യോ ഇന്നലെ ഞാൻ ആകെ ഔട്ടായി പോയടി. ഇന്നലെ രാത്രി എന്താ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് വല്ല ഓർമ്മയുണ്ടോ റോയിച്ചായന്റെ വീട്ടില്? ആ അയാൾ വാള് വെക്കുന്നതിന് മുമ്പ് വീണത് നന്നായി. ശ്രീകുമാറെ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാനും എന്റെ റോസമ്മയും ഒരുമിച്ച്. നിനക്കറിയാവോ, ഞങ്ങള് തമ്മിൽ ഇന്ന് വരെ ഒരു സൗന്ദര്യ പിണക്കം പോലും ഉണ്ടായിട്ടില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആരുടെ ജീവിതത്തിലടാ ഉണ്ടാകത്തെ. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അതുപോലും ഇല്ലടാ. റോയിച്ചായ, എന്താടാ? അഭിപ്രായ വ്യത്യാസം വേണം, വഴക്കുണ്ടാവണം, അടി പിടി തമ്മി തല്ല്, എന്നാലല്ലേ ആ സ്നേഹത്തിന്റെ ഒരു വിലയേറിയൂ. അതെ, റോയിച്ചിനും റോസമ്മയും തമ്മില് ശരിക്കും സ്നേഹത്തെക്കാൾ ഉപരി ഒരു കോംപ്രമൈസ് അല്ലേ? എന്ത് കോംപ്രമൈസ്? അല്ല, റോയിച്ചിന് ഇന്നേ വരെ എന്തെങ്കിലും ഒരു രഹസ്യം റോസമ്മന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടാവും, ഓർത്തു നോക്കി. അത് പിന്നെ കല്യാണത്തിന് മുമ്പ് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു കുട്ടിയായിട്ട് ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നു. ഓ, അതിപ്പോ എത്ര കാലായി. എന്തായാലും ഈ വിവരം റോസമ്മയ്ക്ക് അറിയാമോ? അതെന്തിനാടാ? അറിയണം റോയിച്ചായ, അറിയണം. അയ്യോ, ഇപ്പൊ ഞാനും സുജയും തമ്മില് ഇന്നേ വരെ ഒരു രഹസ്യവും ഞങ്ങൾ പരസ്പരം പറയാതിരുന്നിട്ടില്ല. 3 പഠിക്കുമ്പോ മാലു എനിക്ക് മുത്തം തന്നത്, 10 പഠിക്കുമ്പോ പാർവതി എന്നെ പട്ടീന്ന് വിളിച്ചത്, അങ്ങനെ എന്തെല്ലാം. അതാണ് റോയിച്ചായ സത്യസന്ധത എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, അതൊരു പെണ്ണേരും പറഞ്ഞേ. അതിന് പോട്ടെ. ഒന്ന് പറയട്ടെ. ഒരു ചിഹ്നം പിന്നെ മഴയുള്ള ഒരു ദിവസം അവളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ഞാൻ എന്റെ ബുള്ളറ്റില്. പക്ഷെ ഈ വിവരം റോസമ്മ അറിയണം റോയിച്ചായ, അറിയണം. വേണോ? ഈ 25ാം വാർഷികത്തില് അച്ചായനെ കെട്ടിപ്പിടിച്ച റോസമ്മ ഒരു ഉമ്മ തരും. റോസമ്മ, റോസമ്മ, റോസമ്മയുടെ പ്ലീസ് റോസമ്മ, നിങ്ങളുടെ 25ാം വിവാഹ വാർഷികത്തിൽ എന്റെ റോയിച്ചായന് വേണ്ടിയിട്ട് ഞാൻ റോസമ്മയോട് ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോകും. ചുമ്മാ എവിടുന്ന് എവിടെ ചെന്നാലും ദേ ഭരിക്കാൻ വരരുതേ, ഭരിക്കണ്ട. ഓക്കെ, പറയടാ. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാരും രഹസ്യമായിട്ട് വെക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും രഹസ്യം പാടില്ല. അതുകൊണ്ടാ പ്ലീസ്. ഇതാണോ ശ്രീകുമാരെ രഹസ്യമാക്കി വെക്കേണ്ടത്? അതല്ല ലക്ഷ്മി എടുത്തി, ഈ അച്ചായൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു പെൺകുട്ടിയുമായി ബാക്കി ഞാനെങ്ങനെ പറയും? അച്ചായനെ തെറ്റിദ്ധരിക്കരുത്. ലോകത്ത് ഏത് പുരുഷനായാലും ആ സമയത്ത് നടന്നിരിക്കുന്നു. മഴയല്ലേ അവിടെ വില്ലനായിട്ട് നിന്നത്. മഴ ചതിച്ചു റോസമ്മ, മഴ ചതിച്ചു. അയ്യോ, കുന്നം വിഴിഞ്ഞ പോലെ ഇരിക്കാതെ ശ്രീയേട്ടൻ അങ്ങോട്ടൊന്ന് ചെല്ല്. ആ കുടുംബം കുട്ടിച്ചോറാക്കി. റോസിയേച്ചി അവരുടെ വീട്ടിലേക്ക് പോണെന്നാ പറഞ്ഞ്. ഒന്ന് എണീക്ക്, ചെല്ല്. റോസമ്മ, റോസമ്മ, മോളെ പോയത് മോളെ. റോസമ്മ, ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. ആ മഴയത്ത് കയറി നിന്നവരോട് ചെന്ന് പറഞ്ഞാ മതി. പോകില്ലേ റോസമ്മ? റോസമ്മ, നിങ്ങളൊന്നും പറയണ്ട. റോസമ്മ, റോസമ്മ, ഒരു കാര്യം പറഞ്ഞോട്ടെ. പ്ലീസ് പോകരുത്. മതി, ഇനിയൊന്നും കേക്കണ്ട. ഇന്നലെ നടന്നത് മുഴുവൻ വെള്ളത്തിന്റെ പുറത്താ. പോടോ അങ്ങോട്ട്. റോസമ്മ, അച്ചായ ഒന്ന് പറഞ്ഞു. നീ ഒരൊറ്റ ഒരുത്തനാ. ഞാനെന്തോ ഒറ്റൊരുത്തൻ? ഇന്നലെ ഒരുമിച്ചല്ലേ കള്ളു കുടിച്ചത്. അയ്യോ, അപ്പൊ എന്തായിരുന്നു? പിന്നെ മഴ വെത്ത്
കെട്ടിപ്പിടിച്ച് ഉമ്മാരും എന്നല്ലേ പറഞ്ഞത്? അയ്യോ, ശ്രീയേട്ടാ, കുക്കിംഗ് ക്ലാസ് കഴിഞ്ഞില്ലേ ശ്രീയേട്ടാ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു സുജയില്ലാത്തപ്പോ ഇങ്ങോട്ട് വരരുതെന്ന്. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ഇങ്ങേരി അപ്പുറത്തിരിക്കുന്ന പ്രായപൂർത്തിയാവാത്ത പെമ്പിള്ളേർക്ക് മാത്രമേ ക്ലാസ് എടുക്കത്തുള്ളൂ. ആർക്ക് ക്ലാസ് എടുക്കുന്നത് തീരുമാനിക്കുന്നതേ ഞാനാ. വന്നേക്കണവള് വെറുതെ വായിട്ട് അലക്കാതെ നിന്റെ പാട് നോക്കി പോടി. ആവശ്യക്കാരനല്ലേ, ഒന്ന് സഹായിക്കാന്ന് വെച്ചു. വേണ്ട വേണ്ട, എന്റെ പട്ടി വരും ഇനി. എന്തായി പരിപ്പ് വെന്തോ? വെന്തു സർ. എങ്കി പിന്നെ നോക്കി നിൽക്കാതെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിടൂ കുട്ടി. ശോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സാമ്പാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന്? ഒന്നുകൂടി പറഞ്ഞുതരാം. തക്കാളി, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുളക്, സവാള, മല്ലിയില, മുരിങ്ങയ്ക്ക. ഇങ്ങോട്ട് വാടാ, ആണുങ്ങളായ ധൈര്യം വേണം. ഇനി ഇവിടുന്ന് കേട്ടോ, അങ്ങോട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരാം. കണ്ടളിയാ, മുട്ടി നോക്കാം. മുട്ടാതെ തന്നെ കിട്ടിക്കോളൂ. ട്യൂഷൻ കഴിഞ്ഞോ? ഇല്ല, ഹിന്ദി പിന്നെ വായിനോട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ആക്കിയോ? അതല്ല, ഒരു കാര്യം പറയണ്ടായിരുന്നു. വാ വാ. എന്ത് രമേശ? 2 ദിവസമായിട്ടൊന്ന് കാണണമെന്ന് വിചാരിക്കണം. ഞങ്ങക്കേ ഈ പാചകം പഠിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ആക്കണോ? അയ്യോ സത്യം, ഒരു കൈത്തുള്ളറിഞ്ഞിരിക്കുന്ന നല്ലാണല്ലോ. മാത്രല്ല ഇപ്പൊ ആണുങ്ങൾ പാചകം ചെയ്യുന്ന ഒരു ഫാഷനല്ലേ? പക്ഷേ ഇവിടെ സീറ്റ് കുറവാ. വലിയ വലിയ കോഴ്സുകൾക്ക് സീറ്റ് കുറവാണെന്ന് അറിയാം. ഞാൻ ഉദ്ദേശിച്ച അതല്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള കസേരയില്ലെന്ന്. സാരില്ല, ഞങ്ങള് തറയിലാണെങ്കിലും ഇരിക്കും. ആണോ? പക്ഷേ ഇവിടെ ഫീസ് അല്പം കൂടും. ഒരു കുഴപ്പമില്ല, എത്ര വെച്ച് തന്നേക്കാം. ശരി, എന്നാ കയറിയിരുന്നോ. സമ്മതിച്ചു. ഇനി നമുക്ക് വേവ് നോക്കാം. ഓ, സീറ്റ് ഇപ്പൊ പ്രശ്നമല്ല. അയ്യോ, അത് എന്റെ സീറ്റാ. ഓ, ഇത് കുട്ടിയുടെ സീറ്റാണ്. സോറി കേട്ടോ. സിലബസ് ടഫാണോ? ഈസിയാ. എന്നാലും കമ്പൈൻ സ്റ്റഡി വേണ്ടി വരും അല്ലേ? രമേശോ, അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം അല്ല? ഇവിടെ കിടന്ന് കന്നന്തിരിവ് കാണിച്ചോണ്ടല്ലോ, 2 എണ്ണത്തിന് നല്ല പെടന്ന് ഞാൻ പറഞ്ഞേക്കും. ഞാനിനി നന്നായിട്ട് പഠിച്ചോളാം ടീച്ചർ. ഓർമ്മയുണ്ടല്ലോ. മോള് ഇവിടെ തന്നെ ഇരുന്നോ, അച്ഛൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാം. പിടിച്ചിരുന്നോണേ. ആരാത്? ശ്രീകുട്ടിയോ? എത്ര നാളായി കണ്ടിട്ട്. ഇത് മോക്ക് കിട്ടിയതാ? മിടുക്കി, കൺഗ്രാചുലേഷൻ. ഓഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഞാൻ സുജി ഒന്ന് കണ്ടിട്ട് വരാം. അതെ ശ്രീകുമാറേ, സുജ ഇവിടെ ഇല്ല. രാവിലെ ഒപ്പിട്ടിട്ട് മുങ്ങി. മുങ്ങേ? എങ്ങോട്ട്? ടോമി വന്നിരുന്നു. ടോമിയോ? ആ, കാഞ്ഞിരപ്പള്ളിക്കാരൻ ടോമി ഈപ്പൻ ദേവസി. പറഞ്ഞു വന്നപ്പോ ടോമിയെ ഞാൻ അറിയും. എന്റെ അനന്തരവൻ കെട്ടിയിരിക്കുന്ന അങ്ങ് കാഞ്ഞിരപ്പള്ളിയില്ല. ആ വഴിക്ക് എനിക്ക് ഇയാളെ അറിയാവുന്നു. ഈ ടോമി നിങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ അല്ലേ? എന്തുറ്റി? ഏയ് ഒന്നുമില്ല. ഇന്ന് പോകുന്ന കാര്യം സുജയനോട് പറഞ്ഞിരുന്നതാ, ഞാൻ മറന്നതാ. ശരിയപ്പോ വരട്ടെ. ശ്രീയേട്ടാ, മോളെവിടെ? എടന്നൊരു ആണല്ലോ. ഇറങ്ങുന്നില്ല, ലേറ്റായി. പിന്നീട് ഒരിക്കൽ വരാം. ഓക്കെ. നിന്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞോ? കുറെ കാലം കഴിഞ്ഞ് കാണുന്നല്ലേ അവനെ. സമയം തികഞ്ഞു കാണൂല്ലോ. എന്ത് സംസ്കാരം ഇല്ലാത്ത വർത്താന ശ്രീയേട്ട പറയണേ. നിനക്ക് കാണിക്കാം, ഞാൻ പറയുന്നതിലാണ് തെറ്റല്ലേ? കുഞ്ഞിന് വേണ്ടി അവൾക്കൊരു ദിവസം ലീവ് എടുക്കാൻ പോലും വയ്യ. അത് എന്റെ ശ്രീയേട്ട, ടോമിച്ചായൻ ഓഫീസിൽ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എത്ര കാലായി കണ്ടിട്ട്. ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന് ടോമിച്ചായൻ പറഞ്ഞപ്പോ. അവളുടെ ഒരു ടോമിച്ചായൻ ഒരൊറ്റ ചവിട്ട് തരാൻ എനിക്ക് തോന്നിയത്. ആ കുഞ്ഞിന് ഓർത്തിട്ടാ. അവനുള്ള ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. എന്തടി ഒന്നും മിണ്ടാത്തത്? 2 കൈയും കൂട്ടിയടിച്ചാലല്ലേ ഒച്ച കേൾക്കും. നേരം വെളുത്ത് അന്തിയാവോളം ഒരുത്തനോട് അടുപ്പി കിടന്ന് ഊതുന്നില്ലേ? അതിനൊന്നും ഇവിടെ ആർക്കും ഒരു വിലയില്ല. അതെങ്ങനെ? ഞാനിവിടുത്തെ വെറും അടുക്കളക്കാരനല്ലേ? വന്ന് കേറും ഉരുട്ടി വിഴുങ്ങാനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ? വാടി, നാളെ മുതൽ അങ്ങോട്ട് വാ, ഞാൻ ഊട്ടിത്തരാം.
ചായ. ഞാ- അമ്മ പോയിട്ട് വരാട്ടോ. ടിഫിനും ചോറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളം കുടിക്കണേ. അതെ ഞാൻ അല്ല ഈ ചുവന്ന ഷൂ എവിടെ നിന്ന് വെച്ചത്? എന്റെ അടുത്ത് തന്നെ തോന്നുന്നു അന്നത്തെ പോലെ ഷോളൊക്കെ ഇങ്ങനെ തറയിട്ട് കഴിക്കാതെ ശ്രദ്ധിക്കണ്ടേ? നിങ്ങളെങ്ങോട്ടാ? ട്യൂഷന് അതെ. സാറില്ലേ? ഞാനിവിടെ ഉണ്ട്, വന്നോളൂ. അതെ, കേറാൻ വരട്ടെ. സർ ട്യൂഷൻ നിർത്തി. ട്യൂഷൻ മാത്രമല്ല, പാചകവും. നിങ്ങൾക്ക് പോകാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നാ പോവല്ലേ? ഇതൊരു ചതിയായി പോയത്. അച്ഛാ എന്ത് പറ്റി അച്ഛാ? വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് സുജ നമുക്കൊപ്പം ഈ ബാങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു വിടവാങ്ങലുമല്ല. ഒരു ഭർത്താവിന്റെ തീരുമാനം നടപ്പിലാക്കുക നല്ലൊരു ഭാര്യയുടെ കടമയാണ്. ജോലിയേക്കാൾ പ്രാധാന്യം കുടുംബത്തിന് തന്നെയാണ് വേണ്ടത്. സത്യത്തിൽ സുജയുടെ ഈ രാജി നമ്മയൊക്കെ ഞെട്ടിച്ചില്ലേ? ശാന്തമ്മ ഞെട്ടിയില്ലേ? ശാരി ഞെട്ടിയില്ലേ? നിങ്ങൾ ആര് ഞെട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഞെട്ടി. സുജ ഇവിടുന്ന് ജോലി രാജിവെച്ച് പോകുമ്പോ നമുക്ക് നഷ്ടമാവുന്നത് ഒരു സഹപ്രവർത്തകയെ മാത്രമല്ല, ദാ ശ്രീകുമാറിന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി കൂടിയാണ്, അല്ലേ? പിന്നെ എപ്പോ വേണമെങ്കിലും നമുക്ക് സുജയുടെ വീട്ടിൽ പോവാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വിടവാങ്ങൽ ചടങ്ങായി കാണേണ്ട കാര്യമേയില്ല. സുജയ്ക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. പകരം വീട്ടിലാണോ? എന്തിന്? ഒരു തിരിച്ചറിവ് വന്ന് കൂട്ടിയാ മതി. ഇതാ ശരി. ഒരുപാട് നന്ദിയുണ്ട്. വരട്ടെ. ഇന്നെന്തായാലും ബാങ്കിന് വണ്ടി പോയാൽ മതി. അതൊരു ചടങ്ങായിട്ടിരുന്നോട്ടെ. വേണ്ട വേണ്ട, ഞാൻ സൈക്കിളിലാ വന്നത്. അതെ, സൈക്കിളൊക്കെ ഞാൻ എത്തിച്ചു തന്നോളാം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വാന്നേ, വാ. എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടാവാമായിരുന്നു. എന്തിന്? ശ്രീയേട്ടന്റെ മനസ്സമാധാനം പോണ്ട. വീട്ടിലുള്ളപ്പോ ആരും അന്വേഷിച്ചു വരില്ലല്ലോ. അല്ല, ഇതിപ്പോ ഞാനാണോ തെറ്റുകാരൻ? എന്ന് ഞാനായിരുന്നു തെറ്റുകാരി. ശ്രീയേട്ടനെ കൊണ്ട് ഞാൻ ഇക്കണ്ട പണിയൊക്കെ ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യും? അറിയില്ല. ശ്രീയേട്ടാ, ശ്രീയേട്ടാ, പാൽക്കാരൻ വന്നിട്ടുണ്ട്, പൈസ കൊടുക്കാൻ. അതിന് നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അയാൾ എന്നോട് ചോദിച്ചോണ്ട്. ഓ, നീ എനിക്കിട്ട് പണി തരുകയല്ലേ? കാശിന് ഞാനെവിടെ പോനാ? എന്നാ പത്രം നിർത്തിയ പോലെ പാലും അങ്ങ് നിർത്തിയേക്കട്ടെ. ഓ, എന്തെങ്കിലും ചെയ്യേ. അച്ഛൻ ഇതൊന്ന് ശരിയാക്കി തരുമോ? വേറെ ആരോടെങ്കിലും പോയി ചോദിക്കും മോളെ. അച്ഛനിവിടെ 100 കൂട്ടം പണിയുള്ളതാ. അച്ഛനിപ്പോ വേറെന്ത് പണി? അടുക്കള ജോലിക്ക് ഇപ്പൊ അമ്മയല്ലേ ചെയ്യുന്നേ? മോളെ, നീയും അച്ഛനിട്ട് പണിയല്ലേ? സുജി ഇപ്പൊ ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല. വിശേഷം വല്ലതും ഉണ്ടോ? നന്നായി. എന്തായാലും 2 കുട്ടികൾ വേണം. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ആ വിശേഷമല്ല. സുജ ജോലി രാജിവെച്ചു. അതൊരു വിശേഷം തന്നെയല്ലേ? വാ. സൂക്ഷിച്ച്. മോളിക്ക് വന്നേ. ചേട്ടാ, വണ്ടിക്കാശ് തരാതെ മോളെ വണ്ടി കയറ്റണത് മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഓ, ആയിക്കോട്ടെ, നീ പോയിക്കോ. പോവാം. അല്ലെങ്കിൽ ഈ പൊള്ളാച്ചിയിൽ ആടുമാടുകളെ കയറ്റുന്ന പോലെ എന്റെ മോൾ അതിനകത്ത് കയറ്റണ്ട. വാ മക്കളെ, കയറിക്കോ. വാ.
സ്കൂൾ വിടുമ്പോ അച്ഛനോട് ഉണ്ടാവുകയെ. ടാറ്റാ. ആ. ഞാൻ വന്നത് എന്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനാ. എന്നെ ധിക്കരിച്ച് നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോ ഞാൻ തീരുമാനിച്ചതാ ഇനി അവളെ എന്റെ വീടിന്റെ പടിക്കകത്ത് കയറ്റില്ലാന്ന്. പക്ഷേ ഇപ്പൊ ടോമിയാ നിർബന്ധിച്ചത് തിരിച്ചു വിളിച്ചോണ്ട് വരാൻ. പിന്നെ ഞാനും ആലോചിച്ചു, എന്റെ മോക്കിങ്ങനെ ഒരു നട്ടലില്ലാത്ത കുശിനിക്കാരൻ ഭർത്താവ് വേണ്ടെന്ന്. ഡാ, നിന്റെ ഈ കുശിനിപ്പണി ചെയ്യുന്നവർ എന്റെ വീട്ടിൽ 4. അവർക്ക് പോലും അന്തസ്സായിട്ട് ജീവിക്കാൻ നല്ലൊരു വരുമാനമുണ്ട്. എന്റെ മോടൊരു തലയിലെടുത്ത് അന്നാ ടോമിയും കൂടെ കൂട്ടുന്നു. ടോമി 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 അവൻ ഒറ്റൊരുത്തിന് ഇതിനൊക്കെ കാരണം. എന്റെ കുടുംബത്തിന്റെ മനസമാധാനം കളഞ്ഞ അവനാ. സുജ ജോലി രാജിവെക്കാൻ പോലും കാരണം അവനാ. എന്ത് പറഞ്ഞാലൊരു ടോമി. നാണയില്ല നിനക്കത് പറയാൻ? ജോലി രാജിവെച്ചു. നിനക്കെന്തായിരുന്നു ജോലി? അടുക്കള പണി. നിന്റെ ഭാര്യയും കുഞ്ഞിനെ നോക്കാൻ പ്രാപ്തിയായിട്ട് ആണുങ്ങളെ പോലെ വാ. അന്ന് അവള് വരുമെങ്കിൽ വിളിച്ചോണ്ട് പോ. നിങ്ങൾ വിളിച്ചു നോക്ക്, അവള് വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. അവള് വരും. അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. വൈകിയാണെങ്കിലും അവൾക്ക് ബുദ്ധി ഒന്നും. അമ്മേ, നമ്മള് വല്യപ്പച്ചന്റെ വീട്ടിലേക്ക് പോവാ. അപ്പൊ അച്ഛൻ വന്നില്ലേ? അച്ഛൻ കുറച്ചു ദിവസം കഴിഞ്ഞു വന്നോളൂ. സുജ നീ? ഞാനും മോളും പോവാ ശ്രീയേട്ടാ. ഒറ്റയ്ക്കാവുമ്പോ ശ്രീയേട്ടന്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നോളൂ. അച്ഛാ, ഞങ്ങള് വല്യപ്പച്ചന്റെ വീട്ടിലേക്ക് പോവാ. അച്ഛൻ എന്താ വരാത്തെ? തടയരുത്. മോള് വല്യപ്പച്ചന്റെ അടുത്തേക്ക് ചെല്ല്. അച്ഛാ ടാറ്റാ. സുജയ് പ്ലീസ്. ഒരുപാട് ആലോചിച്ചു. ഇതാ ശരി. വരട്ടെ. ആ കുറിപ്പേട്ടോ. എങ്ങനെയുണ്ടാ? പ്രാവശ്യം രാവിലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ തുടങ്ങാലോ. ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരുടെ ബാച്ചിലേഴ്സ് പാർട്ടി എന്തായിരുന്നു? പാചക ക്ലാസ്, അടിപ്പാവാട ഉണക്കല്. എന്നാൽ ഈ ശുചിക്ക് എന്തിന്റെ കേടാ? എന്തു കുറവുണ്ടായിട്ടാ? ശ്രീകുമാറിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിലേ സുഹൃതം ചെയ്യണം. എടി, ആണുങ്ങളെ പോലെ ജീവിക്കണം, അല്ലാതെ അടുക്കളയിൽ കയറി നിരങ്ങി. എനിക്ക് ആ ശ്രീകുമാറിന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ശ്രീകുമാറെ, സ്വന്തം ഭാര്യയും മോളും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിഷമം ശരിക്കും മനസ്സിലാക്കിയവനാണ് ഞാൻ. പിന്നെ ആലോചിച്ചു നോക്കുമ്പോ സുജ പോയതിലും തെറ്റു പറയാൻ പറ്റില്ല. ആർക്കും ഒരു വരുമാനം ഇല്ലാതെ എങ്ങനെയാടാ ജീവിക്കുന്നത്? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അച്ചായൻ പറയുന്നത്? ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം. അല്ലലില്ലാതെ കാര്യങ്ങൾ നടക്കാൻ 10 ചക്രം കയ്യിൽ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും. അവളും മോളും തിരിച്ചു വരും. ആ വരൂടാ. പക്ഷേ ഒരു കണ്ടീഷൻ. നീ എങ്ങനെയെങ്കിലും എന്റെ റോസമ്മയെ തിരിച്ചു കൊണ്ടുവരണം. മോനെ, തലവണ കെട്ടിപ്പിടിച്ച് കിടന്ന് മടുത്തടാ. അച്ചായ, റോസമ്മയെ തിരികെ കൊണ്ടിരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. ടാ, എന്റെ പ്രേമവും ആ കുട്ടിയും മഴയും ഒക്കെ വെറും പുളുവായിരുന്നടാ. നീ ഹിറ്റ്ലർ സിനിമ കണ്ടിട്ടില്ലേ? അതിലെ മഴ സീൻ ഓർമ്മ വന്നപ്പോ വെള്ളപ്പുറത്ത് വെച്ച് കാച്ചിപ്പോയതാടാ. അപ്പൊ ഒന്നുമില്ല. അതല്ലേ പറഞ്ഞു ഇതുവരെ. വെള്ളം അടിക്കുമ്പോ ഓരോ ഭാവനകൾ.
സർ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. രമേശ എഞ്ചടാ എടാ നോക്കണം നമ്മുടെ പാചകാധ്യാപകൻ പുതിയ വേഷത്തില്. പാചകം നിർത്തി പാറാവായ ഡേയ് നിനക്ക് കിട്ടിയതൊന്നും പോരെ. നിനക്കിട്ട് ഞാൻ തരാട്ടാ. ചെല്ലേ. അല്ല സാറേ, സാറിന് പുതിയ ജോലിയൊക്കെ കിട്ടിയ. എന്തായാലും സാറിന് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ലട വിനു? അതെ അതെ അതെ. രമേശ, ഈ വായനശാലയുടെ മുമ്പിൽ ഇങ്ങനെ വായും കയറി നിൽക്കാതെ നീ അങ്ങോട്ട് പോരെ. എനിക്ക് ഈ വേഷം ചേരുവൊന്നുമില്ല. എന്നാൽ ഇവിടെ നിൽക്കണ നിപ്പ് ആ ബാറിന്റെ മുമ്പിൽ വന്ന് നിന്നാ വൈകുന്നേരം ആകുമ്പോ 4 കാശും കിട്ടും, പറയാനൊരു പണിയാവും. നീ വന്നേ, ഇല്ലെങ്കിൽ ഈ കാലത്ത് പെണ്ണ് കിട്ടില്ല കേട്ടോ. ആ കളി കിടക്കട്ടെ. ശരി ഇരി ഇരി. മതിയായല്ലേ കളി. ആരടാ ഈ നേരത്ത്? അയ്യോ, ഇതാരും റോസമ്മ. എന്റെ ഈശോ, എന്ത് പറ്റി തിരിച്ചു വരാൻ? തെറ്റിദ്ധാരണകളൊക്കെ തീർന്നോ? മാറി നിൽക്ക് മനുഷ്യ. എടി മോളെ, നിന്ന് എടി, എന്താ സംഭവിച്ചത്? ശ്രീകുമാരങ്ങൾ വന്നിരുന്നു. മമ്മിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പപ്പയുടെ ഒരു പുളു മുഴുവനും പച്ചക്കള്ളം. എടി റോസമ്മേ, ക്ഷമിക്കടി. അന്ന് വെള്ളപ്പുറത്ത് പറഞ്ഞു പോയതാടി. കള്ള തലയ്ക്ക് പിടിച്ച വെച്ച് കീറിക്കൊള്ളും. വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ. എടി, ഹിറ്റ്ലർ സിനിമയിലെ മഴ സീൻ ഇങ്ങനെ. അതെ, ഇനി ഈ കുടുംബത്തിൽ മഴയെ പറ്റി മിണ്ടി പോകരുത്. ഇല്ല. പറഞ്ഞേക്കാം. പെണ്ണുങ്ങളില്ലാതെ ഈ വീട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ ഈശോയെ, ഇനി അടുക്കള ഏത് പരുവത്തിലാണോ ആവോ? എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഞാൻ തുറന്നോളാം. ഒരു മിനിറ്റ് ഇരിക്കട്ടെ. ടിപ്പായിട്ട് കരുതിയാ മതി. കാർ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യണം. അതെ, ജാണ്ട കളഞ്ഞ് തൊഴുത് നല്ല ടിപ്പ് കിട്ടുന്ന പണിയാ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോട്ടെ. അല്ല, ഇന്ന് താൻ അച്ചി വീട്ടിൽ പോണെന്നല്ലേ പറഞ്ഞത്? അതെവിടെയാ? കുറച്ച് ദൂരെയാ, കാഞ്ഞിരപ്പള്ളി. 1 മാസം ശമ്പളം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെയോ? അത് കിട്ടിയ സുജിയെ മോളെ ഇന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം. ഓ, അത് ശരി. പോട്ടെ. നമസ്കാരം. നമസ്കാരം. ആരാ? മനസ്സിലായില്ലല്ലോ. ശ്രീകുമാർ കേട്ടിട്ടുണ്ടാവും. MG ശ്രീകുമാറാണോ പാട്ടുകാരൻ? പാട്ട് പാടും, പക്ഷെ MG ശ്രീകുമാർ അല്ല, G ശ്രീകുമാർ, ഇവിടത്തെ ലീനയുടെ ഭർത്താവ്. ഓ, അത് നിങ്ങളാണോ? ഞാൻ അകത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം. എന്താണാവോ? സുജയും മോളും. സുജയോ? അത് നിന്റെ ഭാര്യ. എന്റെ മോള് ലീന ജേക്കബ്. അവൾ അകത്തുണ്ട്. എന്താ കാര്യം? ഞാനിപ്പോ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അറിഞ്ഞു. കലക്ടറൊന്നും അല്ലല്ലോ. ജോലി കിട്ടിയെന്ന് ഒരു ചളുപ്പില്ല അവൻ നിൽക്കുക. വെറും പാറാവുകാരനല്ലേ? ഒരു ബാർ ഹോട്ടലിലെ പാറാവുകാരന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അവള് വരും. വിളിച്ചു നോക്ക്. നിക്ക് എന്റെ വീടിനകത്തോട്ട് കയറണ്ട, ഞാൻ പറഞ്ഞു വിടാം.